ഓനെ മണവാളാ റീച്ചിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആ പരിപാടിക്കില്ല. നമ്മൾ കുറച്ച് പ്രായങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു സത്യം പറയാൻ പോവാ. എനിക്ക് ഗുണ്ടായിസ് കാണിക്കണത് ഇതൊന്നുമില്ല. എനിക്കിപ്പോ ഭീഷണിയാണ്. എന്നെ അത് ചെയ്യും ഇത് ചെയ്യും മണവാളൻ ഫുൾ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. എന്നെ കൊല്ലും, എന്റെ കാല് വെട്ടും, അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണം. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്റെ കൈ വെട്ടും. ഫുൾ ഭീഷണിയാ, വധഭീഷണി എനിക്ക്. കാര്യത്തിനാണത് ഒരു സുഖം, ഒരു മനസ്സുഖം. വിവരമൊന്നും ഇല്ലേ, വീട്ടിലെ പറയുള്ളൂ. എനിക്ക് വധഭീഷണി വരേണ്ട ആവശ്യം ഇത് പേടിച്ചിട്ടാണോ? എന്നെ കൊല്ലം എന്തിനാ? ഞാൻ ഒരു കീടല്ലേ? ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളി. ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാ ഇവന്റെ ആ സ്ട്രീമിംഗ് റൂമിലെ മൊത്തം കഥ ഞാൻ പറയേണ്ടി വരും. ഈഗിൾ കൊണ്ട് എടുത്ത് പൊന്നു മുത്തേ ഈ പരുന്ത് ചിറകുന്നെന്ന് പറഞ്ഞ് ചെന്നൈക്കല്ലേ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടാവും, മുഖം ഉണ്ടാവും. നോക്കി കളിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഞാൻ അനുഭവത്തിന്റെ വിളിച്ചത്. അപ്പൊ എനിക്ക് നിന്നോട് ഇത്രയേ പറയുള്ളൂ. നീ തെറ്റിച്ച് നീ എന്നോട് പറഞ്ഞു ഈഗിളിനെ കാണാൻ പോകണ്ടെന്ന്. ആദ്യം പറഞ്ഞു ഞാൻ ഈഗിളിന്റെ അടുത്ത് പോയി സോറി പറയാൻ വേണ്ടി പോകുന്നു. നീ പോകണ്ട. നമുക്ക് ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. കണ്ടന്റാണ്. നമുക്ക് കാശ് വരും. നമുക്ക് റീച്ച് ആക്കാൻ പറ്റിയ അവസരമാണ് ഈ സ്ട്രീമിംഗിൽ. കൊറേ ഇവൻ പറഞ്ഞ പോലെ ആടിയും പാടി വർഷങ്ങളെ വന്നിട്ടുണ്ട്. അവൻ മെയിൻ നമ്മളിവിടെ, അവൻ മെയിൻ നമ്മളിവിടെ. നമ്മൾ പൊട്ടനാണ്. സത്യം പൊട്ടലിനെ പോലെ കൊറേ നിന്നിട്ടുണ്ട്. അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സംഭവം മുതലെടുത്ത് ഇപ്പൊ ഞാൻ അവിടെ നിന്ന് പറയുമ്പോ എന്നേറെ വിറ്റി കണ്ടല്ലേ. മോത്തേക്കണ ചായത്തിലൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു. ഇവ ഇങ്ങനെ ചെയ്യുമോ മുതലാളി? മോശമായി പോട്ടോ, ഭയങ്കര മോശമായി പോയി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.